ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അവന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഈശോയിലേക്ക് വരികയും ഒത്തിരി ആധ്യാത്മികതയിൽ മുമ്പോട്ട് പോവുകയും ഞങ്ങളെയൊക്കെ കൂട്ടായ്മയിൽ നവീകരണത്തിലേക്ക് വന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിട്ട് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കോ പങ്കെടുക്കുകയും ചെയ്യുന്ന അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു, ജോസിയേട്ടാ എന്തിയേ ഇവിടെ മനുഷ്യർ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ട് അനുദപിക്കണമെന്നോ മനുഷ്യൻ കർത്താവിലേക്ക് തിരിയണമെന്നോ വെറുപ്പും വിദ്വേഷത്തിൻ്റെയും ആത്മാവ് പലരും കുടികൊള്ളുന്നു. ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്ത അവസ്ഥ. ചിലർ പൊരുത്തപ്പെടുന്നില്ല, ജീവിതത്തെ അംഗീകരിക്കുന്നില്ല, പരസ്നേഹമില്ലാത്ത അനുഭവങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇവിടെ തമ്പുരാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊറുപ്പിക്കുമോ? ഇതെത്ര കാലമായി മനുഷ്യനെ മനസ്സിലാക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു തീരുമാനമുണ്ടാകുകയില്ലേ? മനുഷ്യൻ അനുതാപത്തിലേക്ക് തിരിയാനുള്ള സമയം പണ്ടേ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുകയാണ്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞപ്പോൾ ഈ ആശയങ്ങളുമായിട്ട് ഏതാനും നാളുകളായിട്ട് പ്രാർത്ഥനാനുഭവത്തിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് വളരെ വിഷമം തോന്നിയെങ്കിലും മറ്റ് പല പ്രസംഗങ്ങളും എനിക്ക് തോന്നുന്നത് ടി വിയിലൂടെ എന്തെങ്കിലും പ്രസംഗങ്ങളുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അടയാളങ്ങൾ പ്രവർത്തിക്കും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും, കർത്താവിന് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒന്ന് കണ്ടെത്താനും തിരുത്തുവാനും തയ്യാറായിട്ട് എത്ര പേര് തയ്യാറായിട്ടുണ്ട് എന്ന് ഒന്ന് സ്വയം ചിന്തിക്കാൻ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നത് കേട്ട് ടി വിയിൽ, നീ മറ്റുള്ളവർക്ക് നിന്നെ പാവപ്പെട്ട വല്ലവരും വന്നാൽ നീ അവനോട് കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല, ഇച്ചിരി വെയിറ്റുള്ള ആൾക്കാർ വന്നാൽ അവരെ സ്വീകരിക്കും, ഒപ്പം കസേരയിലിരുത്തും, പാവപ്പെട്ടവനെ താഴെ ഇരുത്തും. ഇത് അപ്പസ്തോല പ്രവർത്തനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു മനുഷ്യനെ തരംതിരിക്കുന്ന ഒരവസ്ഥ ലോകത്തിൽ. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരുപോലെയാണ്, ആരോടൊന്നും വ്യത്യാസമില്ല. തമ്പുരാൻ എല്ലാവരും തുല്യരാണ്. പാപികളെ തേടി വന്ന കർത്താവ് പറയുന്നത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആർക്കും പാപമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ കണ്ടൊരവസ്ഥ ഇതാ, ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പള്ളിയിൽ പറഞ്ഞെന്നാണ് പറയുക, ഞാൻ കേട്ടില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും പള്ളി വരുന്നവർ കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരം ആർക്കും ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ നീതിമാൻ പോലും ദിവസം എത്രയോ തവണ പിഴയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്, തെറ്റുപറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അവനവൻ്റെ കുറവുകൾ കർത്താവ് പറഞ്ഞ് എത്ര തവണ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് 70 തവണ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം തന്നെ. അതുപോലെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗത്തിൽ അടിവരയിട്ട് കർത്താവ് പറയുന്നത്, മലയിലെ പ്രസംഗം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. നീ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെന്നെങ്കിലും നല്ല ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ബലിവസ്തോട് വെച്ചിട്ട് ചെന്ന് രമ്യ പിടിച്ചെടുത്ത് ബലി സമർപ്പിക്കാൻ പറയുന്നു. അതുപോലെ ഈശോ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച ഏക പ്രാർത്ഥനയേ ഉള്ളൂ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ലോകം മുഴുവന് ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്ത അവസ്ഥയാണ്. പണ്ട് കുമാരനാശാൻ പാടിയെന്നാണ് പറയുന്നത്, കണ്ടുകൂടാത്തവർ, കേട്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, പൊരുത്തമില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ശരിയല്ല. സഹോദരനെ മാനിക്കാനും ആരെയും അംഗീകരിക്കാനും ഒരു പാവപ്പെട്ടവൻ വന്നാൽ പോലും അവനോട് വേണ്ടുന്ന പരിഗണന കാണിക്കാനും. ഒന്ന് ഞാൻ പറയും, എനിക്ക് ഉള്ളത് മുഴുവനോടെ എടുത്തു കൊടുക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അവൻ അർഹതപ്പെട്ട ഒരു രീതിയിൽ അവനെ വേണ്ടുന്ന ഒരു മൈൻഡ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരു മനോഭാവം എനിക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് എത്ര പേരോട് ക്ഷമിക്കാനുണ്ട്, പൊറുക്കാനുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും എന്നോട് വിഷമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന്, അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്തരുതേ കർത്താവേ, അവരോട് സംസാരിക്കാൻ, അതുപോലെ അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ട് പോകാനുള്ള എല്ലാ കൃപകളും തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമുള്ള സ്വർഗീയാനുഗ്രഹങ്ങൾ നൽകണമേ എന്നും, ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ അസ്വസ്ഥയുടെ മുഖങ്ങൾ വന്നിട്ടുണ്ടായെങ്കിൽ ആ മേഖലയ്ക്കൊരു തിരുത്തൽ വേണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് തോന്നി. ഈ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച സൺഡേയിൽ ദീപികയിൽ സപ്ലിമെൻറ്റിൽ കുര്യൻ ജോസഫിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട് മനോഹരമായിട്ട്, എന്തുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് വ്യക്തമായിട്ട് വലച്ചൂട്ടി പറയുന്നുണ്ട് ആ മനുഷ്യൻ. ഒരു ജസ്റ്റിസാണ് കേട്ടോ, റിയലി ഹീസ് എ ജസ്റ്റിസ്. അങ്ങനെ പറയുക, അധികാരികൾ പോലും സമരം വിളിക്കുന്നൊരു കാലഘട്ടം എത്തിയിരിക്കുന്നു. കർത്താവിന് വേണ്ടപ്പെട്ടവരെന്ന്, കർത്താവിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരെന്ന് പറയുന്നവർ പോലും പുറത്തിറങ്ങി സമരം വിളിക്കുകയും വെല്ലുവിളിക്കുകയും
സമ്പത്തിന് വേണ്ടി മരണക്കളി കളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ലോകത്ത് സംജാതമായിരിക്കുന്നു. ശരിയല്ലാത്ത രീതിയിലാണ് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയ്ക്കൊരു വ്യതിയാനം വേണം. പൊരുത്തമില്ലാത്ത രീതിയിൽ മനുഷ്യനെ കണ്ടുകൂടാ. എനിക്ക് തോന്നുന്നത് എവിടെയാണെന്ന് ഏതോ രാജ്യത്ത്, ചൈനയിലായിരിക്കും, അമേരിക്കയിലെ എവിടെയെങ്കിലും ആട്ടെ, കൊറോണ പൊട്ടിപ്പടർന്നപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണോ എന്തുകൊണ്ടാണോ ദൈവം ഒരിക്കലും ആരെയും ശിക്ഷിക്കാറൊന്നുമില്ല. സർവശക്തനായ ദൈവം ആരെയും ശിക്ഷിക്കുകയില്ല. അവനവൻ്റെ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് അവന് തന്നെ അവസ്ഥകൾ അവനു വരുത്തി കൂട്ടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം അന്ത്യവിധിയുടെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം നിവൃത്തിയുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വരിക. ഒരു കാരണവശാലും ഒരു ഇതിനെ ഉപേക്ഷിച്ച് പോയെന്ന് വരുന്നൊരു പരിപാടി കർത്താവിൻ്റെ കരങ്ങളിലില്ല. കരുണാമയനായ ദൈവമാണ് അവിടുന്ന്. ഈ കരുണാമയനായ ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്ന ഞാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയോട് ഞാൻ കാരുണ്യം കാണിക്കാറുണ്ടോ? അത് സ്വാർത്ഥതയാണോ എൻ്റെ കയ്യിലിരിപ്പ്? ഈ മേഖലയ്ക്ക് വ്യതിയാനം വേണം. എത്രയോ ചെറുപ്പക്കാർ കണ്ണുനീരോടെ പല വേദികളിലും പോയിട്ടും പറയിപ്പിച്ചും അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു ഗതികേടാ! മനുഷ്യനെ അംഗീകരിക്കുന്നില്ല. സ്നേഹത്തോടൊരു വാക്ക് പറയാൻ മടിപിടിച്ച ലോകത്തിൽ ഇതെന്തൊരു അവസ്ഥയാണെന്ന് ശപിച്ചുകൊണ്ട് പറയുന്ന അനുഭവം പോലും കേട്ടിട്ടുണ്ട്. തെറ്റാണ് കേട്ടോ, തിരുത്തണം. ഞാൻ പറയും, ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എത്ര പേരോടുണ്ട് രമ്യപ്പെടേണ്ടതായിട്ട്, എന്തുമാത്രം പേർക്ക് എനിക്കുള്ളത് പങ്കിടാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ വേദനകളിലൊന്ന് ആശ്വസിപ്പിക്കാനോ അവനെ ഒന്ന് പോയി കാണാനോ കണ്ടെത്താനോ എനിക്ക് പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും. കർത്താവ് ഇതാ സ്വർഗത്തിൽ നിന്ന് പിതാവിനോട് കൂടി, പിതാവിൻ്റെ സത്തയായിരുന്ന പുത്രൻ മനുഷ്യനായി ലോകത്തിൽ വന്ന് അവതരിച്ച് ഈ ലോകത്തിൽ മനുഷ്യനോടൊപ്പം ജീവിച്ച് അവൻ്റെ കുറവുകളും പോരായ്മകളും മുഴുവൻ ഏറ്റെടുത്ത് അവസാനത്തുള്ള രക്തവും ചിന്തി എനിക്ക് വേണ്ടി ബലിയായി മാറി ഉയർത്തെണീറ്റ കർത്താവായെന്ന് ജീവിക്കുന്നത്. അവന് എന്നോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ വരുന്നവനാണ്. എന്നിൽ വസിക്കുന്നൊരു കർത്താവ് എന്നോടുകൂടി ആയിരിക്കുന്നവനുണ്ടെങ്കിൽ ആ കർത്താവിനെ സ്വീകരിക്കുന്ന എത്രമാത്രം യോഗ്യതയോടു കൂടിയാണ്. മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം അവൻ്റെ മുഖത്തിൻ്റെ പാടുകളും അവൻ്റെ വിഷമങ്ങളും. ഈ വിഷമവും വെറുപ്പും വെച്ചുകൊണ്ട് കുംസാരമില്ല, പ്രാർത്ഥനയില്ല, ദൈവാനുഭവമില്ലാണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭവം തെറ്റല്ലേ? എത്ര പേര് യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നുണ്ട്? ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ ചങ്കത്ത് കരങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ യോഗ്യതയോടുകൂടിയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? സഹോദരങ്ങളെ കണ്ടുകൂടാഞ്ഞിട്ട് വിട്ടെറിഞ്ഞു പോയ അവസ്ഥകളുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ഭാര്യയും ഭർത്താവും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. രണ്ടുപേരും ചങ്ങഴിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു ചങ്ങഴിയോ നടങ്ങഴിയാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞതാണ്, ഭാര്യയുടെ ശിരസാണ് ഭർത്താവ്, ഭർത്താവിൻ്റെ ശിരസാണ് കർത്താവ്, കർത്താവിൻ്റെ ശിരസാണ് ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. എവിടെ ആരിത് മൈൻഡ് ചെയ്യുന്നു? തുല്യ അവസ്ഥയിലാണ്, തുല്യ ഫോമിലാണ് എല്ലാവരും നടക്കുന്നത്. ഒന്നിലൊന്ന് ഇറങ്ങുകയില്ല. ഞാനാണ് വലുത്, കുറഞ്ഞവരാരുമില്ല. ഈ ബോധ്യത്തിലാണ് എളിമയുടെ താഴ്ന്ന പടികൾ കൊണ്ടുകൊണ്ടാണ് യോസേപ്പ് പിതാവും മാതാവും ഉണ്ണിയേശുവും വളർന്നത് നസ്രത്തിൽ. ഇത് കൂടുതൽ താഴാനൊന്നുമില്ല. കർത്താവ് വന്നിട്ട് കടന്നു വന്നത് കാലിത്തൊഴുത്തിൽ മരിക്കുന്ന സമയത്ത് 3 ബാണുകൾ, ഇതൊക്കെ എല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയും, എൻ്റെ സഹോദരനെ ഒന്ന് മൈൻഡ് ചെയ്യാൻ, നിന്നെ വേദനിപ്പിച്ചവനോട് നിരുപാധികം ക്ഷമിച്ച് അവനെ അനുഗ്രഹിക്കണമേ എന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിൻ്റെ ജീവിതം വിജയിച്ചു. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന യോഗ്യതയായി. നീ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ലാത്തവനാണെന്നാണോ നിൻ്റെ ബോധ്യമിരിക്കുന്നത്? തെറ്റുപറ്റിയെന്ന് ഞാൻ പറയും. തിരുത്താനുള്ള നല്ല മനസ്സ് എൻ്റെയും നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ജോസേട്ടാ, അതിനൊക്കെ ഒരു തീരുമാനം വേണ്ടേ? എന്തിയെ മനുഷ്യനെക്കുറിച്ച് പറയാത്തത്? മനുഷ്യ അധികാരപ്പെട്ടവരെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു തീരുമാനം വേണം പ്രിയപ്പെട്ടവരെ. ഞാൻ വേറെ ആരെയുമല്ല പറയും, ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ എവിടെ നിൽക്കുന്നു? എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ കർത്താവിന് വേണ്ടി? എന്നെ ദൈവം ലോകത്തിലേക്ക് അയച്ചിട്ട് ഞാൻ ഒത്തിരി സമ്പാദിച്ചു കൂട്ടി പണം കൂട്ടി വെച്ചിട്ട് എന്തോ ചെയ്ത് ആർക്കോ മക്കൾക്ക് കൊടുക്കാൻ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അല്ല കേട്ടോ, തെറ്റുപറ്റി നിനക്ക്. നിന്നെ ലോകത്തിലേക്ക് അയച്ചുവെങ്കിൽ യെരമ്യായുടെ പുസ്തകം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, നിങ്ങൾ എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ. പ്രിയപ്പെട്ടവർ, ഈ പൂർണ്ണ ഹൃദയം വേണം കേട്ടോ. ഇത്തിരി കർത്താവിനും ഇത്തിരി മാമോനും കൊടുത്ത്, നാട്ടുകാർക്ക് ഇച്ചിരി കൊടുത്ത്, ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൊടുത്ത്, പല വിഷമങ്ങളും വേദനകളും നൊമ്പരങ്ങളിലുമായിട്ട് ഇങ്ങനെ തീരേണ്ട ഒരു ജീവിതമല്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിനക്കെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. നിൻ്റെ അന്വേഷണം പൂർണ്ണമാണോ? നിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടുണ്ടോ? നീ കർത്താവിലാണോ വ്യാപരിക്കുന്നത്? എങ്കിൽ നിനക്ക് നീ പള്ളിയിൽ നാളെ പോയി ഓടേണ്ട കാര്യമൊന്നുമില്ല.
നിനക്ക് ദൈവബലി നിൻ്റെ മുറ്റത്ത് എൻ്റെ പെരയ്ക്കകത്ത് തന്നെയുണ്ട്. നിനക്ക് കുർബാന കാണാനുള്ള അവസരമുണ്ട്. നീ ദൈവബലിയിൽ പങ്കുകൊള്ളണം. ഞാൻ ഒരു കാര്യം പറയും, ഇന്ന് ഞാൻ 5-6 പേരെ കുടുംബങ്ങളിൽ വിളിച്ചു നോക്കി. എന്ത് ചെയ്യുക? അവൻ പറയും, ഞാൻ എൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുക, അവർക്ക് ഞാൻ ദൈവദിനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലും, അത് കഴിഞ്ഞ് കരുണയുടെ പ്രാർത്ഥന ചൊല്ലും, അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് കുരിശിൻ്റെ വഴി ചൊല്ലും. തമ്പുരാനെ, മനുഷ്യരൊക്കെ വളർന്നു കഴിഞ്ഞു ആധ്യാത്മീയതയിൽ. ഒന്നും കൂടി വളരാനുണ്ട് കേട്ടോ. എൻ്റെ ചെയ്തികൾ, എൻ്റെ സാമ്പത്തിക വ്യഗ്രതകൾ, എൻ്റെ മറ്റുള്ളവരുമായിട്ട് ഇടപെടൽ വന്ന അപാകതകൾ, എനിക്ക് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്, എന്നെ നോക്കി നിൽക്കുന്ന പലരുമുണ്ട്. കുടുംബത്തിലും എൻ്റെ സഹോദരങ്ങൾ കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ വെച്ചിരിക്കുന്നവരുണ്ട്. പിടിച്ചു വെച്ച അവസ്ഥകളുണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ. കൊടുക്കണം. കൊടുക്കുന്നതിലാണ് വലുത്, കയ്യിൽ വച്ചിരിക്കുന്നതിലല്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിലല്ല. പങ്കിടുന്ന നല്ല മനോഭാവം എനിക്കും നിനക്കും ഉണ്ടാകട്ടെ. നിനക്കൊരു നിമിഷമുണ്ടെങ്കിൽ അത് ആർക്കോ വേണ്ടി പങ്കിടാൻ വേണ്ടി അയച്ചതാ. ഇവിടെ വലിയ വലിയ മഹാന്മാരൊക്കെ ലോകത്തിൽ വന്ന് ജീവിച്ചു പോയില്ലേ? ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ പഴയ പ്രസിഡൻ്റായിരുന്ന ആളും മറ്റു അബ്ദുൽ കലാമും ഒക്കെ എന്ത് മിടുക്കരാ, ശാസ്ത്രജ്ഞന്മാരാ, കഴിവുള്ളവരാ, നന്മയുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്മയുള്ളവരായിരുന്നു. നന്മ വേണം എനിക്കും നിനക്കും. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും സ്വാർത്ഥമതിയായിട്ട് ജീവിച്ച് എന്തോ ഉണ്ടാക്കി കൂട്ടി ഒരു ദിവസം കർത്താവ് പറഞ്ഞ് നീ ഉണ്ടാക്കി കൂട്ടി നാളത്തെ പ്രഭാതം നീ കാണുകയില്ലെന്ന്. ഞാനൊരു ദിവസം ഒരു സുപ്രീം കോടതിയിലെ കേസ് ഡിസ്മിസ് ചെയ്യുക. ആ സുപ്രീം കോടതിയിലെ കേസ് കോൺഗ്രിഗേഷനെതിരായിട്ട് വിധി വന്നു. അപ്പോൾ ഒരു വ്യക്തി, ഒരു പ്രസിഡന്റ്, ഒരു പ്രിൻസിപ്പാള്, വളരെ കഴിവുള്ളൊരു പ്രിൻസിപ്പളാണ്. അവരുടെ അനുകൂലമായിട്ട് വിധിച്ചു കോൺഗ്രിഗേഷനെതിരായിട്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ലെങ്കിൽ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്കൊരു 150 മെസ്സേജ് എഴുതി കൊടുക്കാൻ കർത്താവിനെ അനുവദിച്ചു. അത് പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് ഈ പ്രശ്നം കൺസീലേഷൻ ആകാൻ നേരത്ത് ഒരു വാക്കോ പറഞ്ഞുള്ളൂ, നാളത്തെ പ്രഭാതം നീ കണ്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പ്രശ്നം തീർന്നു തന്നേരം അവിടെ. പ്രിയപ്പെട്ടവരെ, നാളത്തെ പ്രഭാതം എനിക്കും നിനക്കുമുണ്ടോ? കൊറോണയെക്കുറിച്ച് പേടിക്കുന്നുണ്ടല്ലേ? കൊറോണ പിടിച്ച് മരിച്ചു പോയവർ, ഞാൻ പറയും, തമ്പുരാൻ്റെ മുമ്പിലെത്തി അവരുടെ പണി കഴിഞ്ഞു. പക്ഷേ ജീവിച്ചിരിക്കുന്ന എനിക്കും നിനക്കും വേറൊരു കൊറോണ നമ്മളിലുണ്ട്. അത് ശ്വാസത്തിലൂടെ കിട്ടുന്നതല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച കൊറോണകളാണ്. അത് നമ്മൾ എടുത്തു മാറ്റണം. ആ കൊറോണ മാറ്റം എനിക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അത് മാറ്റുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യതിയാനം വരും. അത് വ്യക്തമായിട്ട് ജോഷുവയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നിന്നെ നീ വിശദീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ കൂട്ടായ്മയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു സംശയവും വേണ്ട. എന്നെ ഞാൻ ഇന്ന് വിശദീകരിക്കണം, അത് നാളെയല്ല. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സമയമേ ഉള്ളൂ. ഇന്നലെ ഇല്ല, നാളെ അറിഞ്ഞുകൂടാ. ഈ നിമിഷം നീ കർത്താവിനോട് കൂടിയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, എത്രമാത്രം ഞാൻ കർത്താവിനോട് കൂടിയാണ്. കർത്താവിനോട് കൂടിയാണെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയെ നടക്കും. അവനെ പീഡിപ്പിച്ചവനും മീശതാടി വലിച്ചു പറിച്ചവനും കാർക്കിച്ചു തുപ്പിയവനോടും തലയിൽ മുമ്പിടി അടിച്ചു കയറ്റവനോടും കർത്താവ് അവരെ നോക്കി ഒരക്ഷരവും പറഞ്ഞില്ല. ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവസാനം ഒരു വാക്ക് പറഞ്ഞു. ഇവരോട് പൊറുക്കണമേ എന്ന്. ഇതെനിക്ക് നിനക്കും സാധിച്ചിട്ടുണ്ടോ? നിന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാൻ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിന്റെ മുമ്പിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിട്ടുകൊടുക്കാനുള്ള നല്ല താല്പര്യം വേണം. പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനുള്ള നല്ല തീരുമാനം വേണം. ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയും, നാളെ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ജോഷുവയോട് പറഞ്ഞ കർത്താവ്, ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങളൊന്നും കടന്നു പോകില്ലെന്ന് പറഞ്ഞ കർത്താവ്, അങ്ങേര് പറഞ്ഞ ഒരൊറ്റ വാക്കാണിത്: നാളെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കണം. നീ എന്നെ നവീകരിക്കണം. എനിക്കൊരു പുതിയ ജീവിതമുണ്ടെന്ന് കർത്താവിനോട് കൂടെ ആ പുതിയ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് ഈ നിമിഷം എത്തിച്ചേരാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.